നമസ്കാരം. സെക്കൻഡ് ജനറേഷൻ മാരുതി സുസുക്കി സെലേറിയോ 2021 നവംബറിൽ പുറത്തിറങ്ങിയിരിക്കുകയാണല്ലോ. ഈ വീഡിയോയിൽ മാരുതി സുസുക്കി സെലേറിയോ LXI മോഡലും മാരുതി സുസുക്കി ഇഗ്നിസ് സിഗ്മ മോഡലും തമ്മിലുള്ള വ്യത്യാസമാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. രണ്ടും ബേസ് മോഡൽസ് ആണെന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. ആദ്യമായി എക്സ്-ഷോറൂം പ്രൈസ്. സെലേറിയോ LXIയുടെ എക്സ്-ഷോറൂം പ്രൈസ് 4,99,000 രൂപയും ഇഗ്നിസ് സിഗ്മ വേരിയന്റിന്റെ എക്സ്-ഷോറൂം പ്രൈസ് 5,10,000 രൂപയുമാണ് കേരളത്തിൽ നിലവിലുള്ളത്. എക്സ്-ഷോറൂം പ്രൈസിന്റെ വ്യത്യാസം 11,000 രൂപയാണ്. ഈ 11,000 രൂപയുടെ വ്യത്യാസത്തിൽ ഇഗ്നിസിന് സെലേറിയോയെക്കാട്ടിലും കൂടുതലുള്ള മേന്മകൾ എന്താണെന്ന് ഒന്ന് പരിശോധിക്കാം. അതായത് അഡ്വാൻറ്റേജസ് ഓഫ് ഇഗ്നിസ് ഓവർ സെലേറിയോ. ആദ്യമായി എൻജിൻ സ്പെസിഫിക്കേഷൻ നോക്കാം. ഡിസ്പ്ലേസ്മെന്റ് 998 cc എഞ്ചിനാണ് സെലേറിയോ LXIക്കെങ്കിൽ ഇഗ്നിസിന് 1197 cc എഞ്ചിനാണ് വരുന്നത്. അതായത് ഇഗ്നിസിന് 199 cc കൂടുതൽ ഉണ്ട് സെലേറിയോയെക്കാട്ടിലും. അടുത്തത് മാക്സിമം പവർ. സെലേറിയോ LXIയുടെ പവർ 65.71 bhp അറ്റ് 5500 rpm ആണ്. അതേസമയം ഇഗ്നിസിന്റെ പവർ 81.8 bhp ആണ് അറ്റ് 6000 rpm. അപ്പോൾ 16.09 bhp പവർ കൂടുതലാണ് ഇഗ്നിസിന് സെലേറിയോയെക്കാട്ടിലും. അടുത്തത് മാക്സിമം ടോർക്ക്. സെലേറിയോ LXIയുടെ ടോർക്ക് 89 ന്യൂട്ടൺ മീറ്റർ അറ്റ് 3500 rpm ആണെങ്കിൽ ഇഗ്നിസിന്റേത് 113 ന്യൂട്ടൺ മീറ്റർ അറ്റ് 4200 rpm ആണ്. അതായത് 24 ന്യൂട്ടൺ മീറ്റർ ടോർക്ക് കൂടുതലുണ്ട് ഇഗ്നിസിന് സെലേറിയോയെക്കാട്ടിലും. സോ ഡിസ്പ്ലേസ്മെന്റ്, മാക്സിമം പവർ, മാക്സിമം ടോർക്ക് ഈ മൂന്ന് കാര്യത്തിലും ഇഗ്നിസ് സെലേറിയോയെക്കാട്ടിലും മുന്നിൽ നിൽക്കുന്നു. ആയതിനാൽ പവർ കൂടിയ വണ്ടി ഇഗ്നിസ് തന്നെയാണ്. അടുത്തത് സിലിണ്ടറുകളുടെ എണ്ണമാണ്. സെലേറിയോ LXI 3 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നതെങ്കിൽ ഇഗ്നിസ് 4 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. സിലിണ്ടറിന്റെ എണ്ണം കൂടുന്നതനുസരിച്ച് വണ്ടിയുടെ റിഫൈൻമെന്റും കൂടും. സോ ഇഗ്നിസിനുള്ളത് സെലേറിയോയെക്കാട്ടിലും റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനാണെന്ന് പറയാൻ സാധിക്കും. സോ പവറിന്റെ കാര്യത്തിലാണെങ്കിലും റിഫൈൻമെന്റിന്റെ കാര്യത്തിലാണെങ്കിലും ഇഗ്നിസ് സെലേറിയോയെക്കാട്ടിലും മുന്നിൽ നിൽക്കുന്നു. ഇനി ഡയമെൻഷൻസ് നോക്കാം. ലെങ്ത്. സെലേറിയോയുടെ നീളം 3695 mm ആണെങ്കിൽ ഇഗ്നിസിന് 3700 mm ആണ് ലെങ്ത് വരുന്നത്. 5 mm ലെങ്ത് കൂടുതലുണ്ട് ഇഗ്നിസിന്. അത് കാര്യമായ ഒരു വ്യത്യാസം വരുന്നില്ല. അടുത്തത് വിഡ്ത്ത്. സെലേറിയോയുടെ വിഡ്ത്ത് 1655 mm ആണെങ്കിൽ ഇഗ്നിസിന് 1690 mm ആണ്. 35 mm വിഡ്ത്ത് കൂടുതലുണ്ട് ഇഗ്നിസിന്. അത് കാര്യമായ ഒരു വ്യത്യാസം തന്നെയാണ്. അതിനാൽ ബാക്ക് സീറ്റിൽ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് 3 പേർക്ക് ഇഗ്നിസിൽ യാത്ര ചെയ്യാൻ സാധിക്കും. അടുത്തത് ഹൈറ്റ്. 1555 mm ആണ് സെലേറിയോയുടെ ഹൈറ്റ് എങ്കിൽ ഇഗ്നിസിന്റേത് 1595 mm ആണ്. 40 mm ഹൈറ്റ് കൂടുതലുണ്ട് ഇഗ്നിസിന്. ആയതിനാൽ സെലേറിയോയെക്കാട്ടിലും ഹെഡ് റൂമും ഇഗ്നിസിന് കൂടുതലായിരിക്കും. സോ വലിപ്പത്തിന്റെ കാര്യത്തിലും ഇഗ്നിസ് സെലേറിയോയെക്കാട്ടിലും മുന്നിൽ നിൽക്കുന്നു. അടുത്ത ടയർ സൈസ്. സെലേറിയോ LXI മോഡലിന്റെ ടയർ സൈസ് 14 ഇഞ്ച് ആണെങ്കിൽ ഇഗ്നിസിന്റേത് 15 ഇഞ്ചാണ്. വലിയ ടയറാണ് ഇഗ്നിസിന് വരുന്നത്. അടുത്തത് ഗ്രൗണ്ട് ക്ലിയറൻസ്. സെലേറിയോ LXIക്ക് 170 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് എങ്കിൽ ഇഗ്നിസ് സിഗ്മ വേരിയന്റിന് 180 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ്. 10 mm ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതൽ വരുന്നുണ്ട് ഇഗ്നിസിന്. സോ അടി തട്ടാതെ അത്യാവശ്യം ഓഫ് റോഡിലൊക്കെ പോകാൻ ഇഗ്നിസിന് കുറച്ച് അഡ്വാൻറ്റേജ് കിട്ടും. ഇനി അടുത്തത് സേഫ്റ്റി ഫീച്ചേഴ്സ് ആണ്. ഗവൺമെന്റ് നിർദ്ദേശപ്രകാരം എല്ലാ വണ്ടിക്കും ഇപ്പോൾ സ്റ്റാൻഡേർഡ് സേഫ്റ്റി ഫീച്ചേഴ്സ് കൊടുത്തിരിക്കണം. ഈ രണ്ട് വണ്ടിക്കും കോമൺ ആയിട്ട് ABS, EBD, ഫ്രണ്ട് 2 എയർ ബാഗ്, റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സ് ഇതെല്ലാം കോമൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അഡീഷണൽ ആയിട്ട് വരുന്ന ചില ഫീച്ചേഴ്സ് നോക്കാം. സെലേറിയോ LXIക്ക് പവർ വിൻഡോ ഒന്നും ലഭ്യമല്ല. എന്നാൽ ഇഗ്നിസിന്റെ ബേസ് മോഡലായ സിഗ്മ മോഡലിന് ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ് ലഭ്യമാണ്. ബൈക്കില് പവർ വിൻഡോ ഇല്ല. സെലേറിയോ LXIക്ക് സ്റ്റിയറിംഗ് കോളം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല. എന്നാൽ ഇഗ്നിസിന്റെ ബേസ് മോഡലിൽ തന്നെ ടിൽറ്റ് അഡ്ജസ്റ്റബിൾ സ്റ്റിയറിംഗ് കോളം വരുന്നുണ്ട്. നമുക്ക് സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഈ പറഞ്ഞതൊക്കെയാണ് ഇഗ്നിസിന് സെലേറിയോയെക്കാട്ടിലും കൂടുതലായിട്ട് വരുന്ന അഡ്വാൻറ്റേജസ്. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് സെലേറിയോ ഓവർ ഇഗ്നിസ്. അതായത് സെലേറിയോയ്ക്ക് ഇഗ്നിസിനെക്കാട്ടിലും കൂടുതലായിട്ടുള്ള കുറച്ച് അഡ്വാൻറ്റേജസ് ഒന്ന് പരിശോധിക്കാം. ആദ്യമായി മൈലേജ്. സെലേറിയോ LXI മോഡലിന്റെ മൈലേജ് 25.24 km/ലിറ്റർ ആണെങ്കിൽ ഇഗ്നിസിന്റേത് 20.89 km/ലിറ്റർ ആണ്. അതായത് 1 ലിറ്റർ പെട്രോളിൽ 4.35 km കൂടുതൽ മൈലേജ് സെലേറിയോയ്ക്ക് കിട്ടുന്നു. സെലേറിയോ നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും ഫ്യൂവൽ എഫിഷ്യന്റ് ആയിട്ടുള്ള പെട്രോൾ കാറാണ്. സോ വണ്ടിയുടെ ഓവറോൾ റണ്ണിംഗ് കോസ്റ്റ് കുറയ്ക്കണമെങ്കിൽ സെലേറിയോ തന്നെയാണ് ഏറ്റവും നല്ല ഓപ്ഷൻ. അടുത്ത ബൂട്ട് സ്പേസ് ആണ്. സെലേറിയോയ്ക്ക് 313 ലിറ്ററിന്റെ ബൂട്ട് സ്പേസ് വരുന്നുണ്ടെങ്കിൽ ഇഗ്നിസിന് 260 ലിറ്ററിന്റെ വരുന്നുള്ളൂ. അതായത് സെലേറിയോയ്ക്ക് ഇഗ്നിസിനെക്കാട്ടിലും 53 ലിറ്ററിന്റെ ബൂട്ട് സ്പേസ് കൂടുതലുണ്ട്. പിന്നെ അഡീഷണൽ ആയിട്ട് വരുന്ന ഒരു ഫീച്ചറാണ് സെലേറിയോയ്ക്ക് വരുന്നത് Pretensioners and force limiter seat belt.
അത് സെലേറിയോയുടെ ബേസ് മോഡൽ മുതൽ ലഭ്യമാണ്. എന്നാൽ ഇഗ്നിസിന് അത് ലഭ്യമല്ല. സോ കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ പവർ കൂടിയതും വലിപ്പം കൂടിയതുമായ ഒരു വണ്ടിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇഗ്നിസിന്റെ സിഗ്മ മോഡൽ എടുക്കുകയാണ് നല്ലത്. അതിന് ഫ്രണ്ടിൽ 2 പവർ വിൻഡോസും വരുന്നുണ്ട് എന്നത് നോട്ട് ചെയ്യുക. ഇവ തമ്മിലുള്ള വ്യത്യാസം വെറും 11,000 രൂപ മാത്രമേ ഉള്ളൂ. അതേസമയം സെലേറിയോ ഇറക്കിയിരിക്കുന്നത് പുതിയ ടെക്നോളജി എഞ്ചിനാണ്. ആയതിനാൽ മൈലേജ് ആണ് നിങ്ങളെ കൺസേൺ എങ്കിൽ സെലേറിയോ ഒരു നല്ല ഓപ്ഷൻ ആണ് ഇഗ്നിസിനെക്കാട്ടിലും. സോ സെലേറിയോ വാല്യൂ ഫോർ മണി കാർ ആണോ എന്ന് ആലോചിച്ച് തീരുമാനിക്കുക. ഓക്കെ, താങ്ക് യു. ഈ വീഡിയോ താങ്കൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ.